Dear students, welcome to first chapter review of C++ programming. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് നമ്മൾ പറഞ്ഞു റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങളാണ് എങ്കിലും ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്സ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ബേസിക്സ് ഓഫ് C++, then statements, then structure of C++, control statement and jump statement. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ടോപ്പിക്കായ ബേസിക്സ് ഓഫ് C++, അതിനകത്ത് വരുന്ന സബ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ക്യാരക്ടർ സെറ്റ് ആണ്. എന്താണ് ക്യാരക്ടർ സെറ്റ്? ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് C++ ലാംഗ്വേജ്. C++ ലാംഗ്വേജിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് ക്യാരക്ടർ സെറ്റ്. ഇപ്പൊ നമ്മൾ ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴും തീർച്ചയായിട്ടും അതിന് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതിൽ ആൽഫബറ്റ്സ് ആയിരിക്കും. അത്തരം ആൽഫബറ്റ്സിനെ പറയുന്ന പേരാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസസ്. ഓക്കെ, ഇത്രയാണ് ക്യാരക്ടർ സെറ്റിൽ വരുന്നത്. നമ്മളെല്ലാം പഠിച്ചതാണ്. ലെറ്റേഴ്സിൽ വരുന്നത് A to Z സ്മാൾ ലെറ്റേഴ്സ് വരാം, അതുപോലെ A to Z ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരാം. ഡിജിറ്റ്സിൽ 0 to 9 ഡിജിറ്റ്സ്. അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരുന്നത് ഹാഷ്, സെമികോളൻ, ഗ്രേറ്റർ ദാൻ, ബ്രേക്കറ്റ്സ്, ഈക്വൽ ടു, എക്സെട്ര. വൈറ്റ് സ്പേസ് നമുക്കറിയാം, സ്പേസ് ബാർ, ടാബ്, ന്യൂ ലൈൻ, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്, വൈറ്റ് സ്പേസിനകത്ത് വരുന്നതാണ്. ഓക്കെ, ആൻഡ് അടുത്തത് അതർ ക്യാരക്ടേഴ്സ് ആണ്. അതർ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ ആസ്കി, നമുക്കറിയാം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് പ്രകാരം കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്. അത്തരം സിമ്പിൾസ് വരുന്നതാണ് അതർ ക്യാരക്ടേഴ്സ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ഇതെല്ലാം എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? ക്യാരക്ടർ സെറ്റ് എന്ന ടേമിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് വരുന്നത് ടോക്കൺസ് ആണ്. എന്താണ് ടോക്കൺസ് നോക്കാം. These are basic building blocks of C++ program and are created by one or more characters. Okay, C++ പ്രോഗ്രാമിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് എന്ത്? ടോക്കൺസ് എന്ന് പറയുന്നത്. ഓക്കെ, and are created by one or more characters. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒന്നോ അല്ലെങ്കിൽ അതിലധികം ക്യാരക്ടേഴ്സ് കൂടിച്ചേർന്നാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പുതിയൊരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ക്യാരക്ടേഴ്സ് പഠിക്കുന്നു. ഓക്കെ, ആൽഫബറ്റ്സ് പഠിക്കുന്നു. ഇനി ഈ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വേർഡ്സ് പഠിക്കുന്നു. അത്രയും വേർഡ്സ് ആണ് എന്ത്? ടോക്കൺസ്. ഓക്കെ, ദെൻ ദർ ആർ മെയിൻ 5 ടോക്കൺസ്. ഏതാ നോക്കാം. കീവേഡ്സ്. Keywords are predefined or ready-made words provided by the compiler. Compiler നമുക്ക് തരുന്ന പ്രീഡിഫൈൻ, മുൻകൂട്ടി ഡിഫൈൻ ചെയ്ത് വെക്കപ്പെട്ട അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള വേർഡ്സിന് പറയുന്ന പേരാണ് കീവേഡ്സ്. ഓക്കെ, ഒരുപാട് കീവേഡ്സ് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്റ് ഒരു കീവേഡ് ആണ്, അതുപോലെ ഫ്ലോട്ട് ഒരു കീവേഡ് ആണ്. നെക്സ്റ്റ് ഫോർ, ലൂപ്പിനകത്ത് യൂസ് ചെയ്യുന്ന ഫോർ ഒരു കീവേഡ് ആണ്. ദെൻ വൈൽ ഒരു കീവേഡ് ആണ്. ഓക്കെ, ക്ലാസ് ഒരു കീവേഡ് ആണ്. സ്ട്രക്ട് ഒരു കീവേഡ്. അതൊക്കെ എന്താണ്? റെഡിമെയ്ഡ് വേർഡ്സ് ആണ്. അതിന് അതിൻ്റെതായ മീനിങ് ഉണ്ട്, യൂസേജ് ഉണ്ട്. അപ്പോൾ കമ്പൈലർ നമുക്ക് തരുന്ന പ്രീ ഡിഫൈൻ വേർഡ്സ് അല്ലെങ്കിൽ റെഡിമെയ്ഡ് വേർഡ്സിന് പറയുന്ന പേരാണ് കീവേഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഐഡന്റിഫയർ. ടോക്കണിൽ രണ്ടാമത്തെ പോയിന്റ് ആണ് ഐഡന്റിഫയർ. These are user-defined words created by the user. User create ചെയ്യുന്ന
വേർഡ്സിന് പറയുന്ന പേരാണ് ഐഡന്റിഫയേഴ്സ്. ഓക്കെ, ഇറ്റ് മേ ബി ഫംഗ്ഷൻ നെയിം, വാരിയബിൾ നെയിം, ക്ലാസ് നെയിം. അപ്പോൾ യൂസർക്ക് ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, ആ വാരിയബിൾ നെയിം വേണം. അപ്പൊ എന്തായി, വാരിയബിൾ നെയിമാണ്. അപ്പൊ യൂസറിന്റെ ഐഡിക്ക് അനുസരിച്ച് പുതിയൊരു വേർഡ് ക്രിയേറ്റ് ചെയ്യണം. അതെന്താവാം, ഫംഗ്ഷന്റെ നെയിം ആവാം, വാരിയബിൾ നെയിം ആവാം, ക്ലാസ് നെയിം ആവാം. ഓക്കെ, നെക്സ്റ്റ് ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് റൂൾസ് കീപ്പ് ചെയ്യണം. റൂൾസ് ഫോർ ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട റൂൾസ്. ഫസ്റ്റ് വൺ, begin with the alphabet. Second one, white space and special characters are not allowed. Third one, underscore can use. Fourth one, keywords cannot be used as an identifier. And last one, uppercase and lowercase treated differently. That is called case sensitive. Okay. First point, begin with the alphabet. ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ വാരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബിഗിനിങ് എന്തായിരിക്കണം, ഒരു ആൽഫബറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ വാരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബിഗിനിങ് എന്തായിരിക്കണം, ഒരു ആൽഫബറ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇന്റ് ഡാറ്റ ടൈപ്പാണ് ഏജ്. ഓക്കെ, ഇവിടെ നമ്മൾ ഐഡന്റിഫയർ അല്ലെങ്കിൽ വാരിയബിളായി യൂസ് ചെയ്യുന്ന ഏജ് ആണ്. ഈ ഏജ് ഫസ്റ്റ്, ഏജ് എന്ന വാരിയബിളിലെ ഫസ്റ്റ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ആൽഫബറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഒരിക്കലും നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, ഇന്റ് ടു ഏജ് എന്ന് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എന്താ അല്ലെ റോങ്, 2 എന്ന ഡിജിറ്റാണ് വന്നത്. ഒരിക്കലും 2 എന്ന ഡിജിറ്റ് വരാൻ പാടില്ല. എന്തേ പാടുള്ളൂ, ആൽഫബറ്റ് വരാൻ പാടുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ്, white space and special characters are not allowed. ഓക്കെ, നമ്മളൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. char സ്റ്റുഡന്റ് നെയിം ഒരു വാരിയബിൾ ആണ്. ഓക്കെ, char ഡാറ്റ ടൈപ്പ്, ദെൻ സ്റ്റുഡന്റ് ഈസ് എ ഐഡന്റിഫയർ. ഓക്കെ, അപ്പം ഈ സ്റ്റുഡന്റ് നെയിം എന്ന വാരിയബിളിൽ ഐഡന്റിഫയറിൽ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഈ സ്പേസ് നമുക്ക് ഒരിക്കലും അലോ ചെയ്യില്ല. അതാണ് പറഞ്ഞത്, വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. ഐഡന്റിഫയറിനകത്ത് എന്ത് യൂസ് ചെയ്യാൻ പാടില്ല, വൈറ്റ് സ്പേസോ സ്പെഷ്യൽ സിംബലോ യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇതുപോലെ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് റോങ് ആണ്, തെറ്റാണ്. അടുത്ത പോയിന്റ്, അണ്ടർസ്കോർ ക്യാൻ യൂസ്. ഒരു ഐഡന്റിഫയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ char സ്റ്റുഡന്റ് നെയിം എന്ന് യൂസ് ചെയ്യണം. അപ്പം ഇത് പോസിബിൾ അല്ല, സ്പേസ് വന്നിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അണ്ടർസ്കോർ യൂസ് ചെയ്യാം. അതാ പറഞ്ഞത്, അണ്ടർസ്കോർ ക്യാൻ യൂസ്. നമുക്ക് ഐഡന്റിഫയറിനകത്ത് എന്ത് യൂസ് ചെയ്യാം, അണ്ടർസ്കോർ യൂസ് ചെയ്യാം. അത് ശരിയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, കീവേഡ്സ് cannot be used as an identifier. കീവേഡുകൾ എന്താണ്, കീവേഡ് നമ്മൾ പഠിച്ചു. കീവേഡുകൾ ഒരിക്കലും എന്താ യൂസ് ചെയ്യാൻ പാടില്ല, ഒരു ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലൊരു കീവേഡാണ് ഫോർ. ഓക്കെ, നമ്മളൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. char 4. ഇത് ഒരിക്കലും പോസിബിൾ അല്ല. ഇത് ഡാറ്റ ടൈപ്പ് ആണ്. നമ്മൾ ഉദ്ദേശിച്ചത് ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ച് കൊടുത്താണ്. ബട്ട് 4 എന്ന കീവേഡ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ കീവേഡ്സ് cannot be used as an identifier. ഒരിക്കലും കീവേഡ്സ് എന്താ യൂസ് ചെയ്യാൻ പാടില്ല, ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. ഓക്കെ, അടുത്തത്, അപ്പർ ആൻഡ് ലോവർ കേസ് ആർ ട്രീറ്റഡ് ഡിഫറെന്റ്ലി. അതായത് നമ്മൾ ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എ എന്നൊരു ഐഡന്റിഫയർ ഉണ്ട് ആൻഡ് എ എന്നൊരു ഐഡന്റിഫയർ ഉണ്ട്. രണ്ടും റീഡ് ചെയ്യുന്നത് എ എന്നാണ്. ബട്ട് ഇത് രണ്ടായിട്ടാണ് ആര് കൺസിഡർ ചെയ്യുക, C++ കൺസിഡർ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് കേസ് സെൻസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇത്ര റൂൾസ് നമ്മൾ ഓർത്തിരിക്കണം ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ.
ഐഡന്റിഫയർ എന്താവാം? വേരിയബിൾ നെയിം ആവാം, ഫംഗ്ഷൻ നെയിം ആവാം, ക്ലാസ് നെയിം ആവാം. അപ്പോൾ ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട റൂൾസ്. മനസ്സിലാക്കി? ബിഗിൻ വിത്ത് ആൽഫബറ്റ്. ആൽഫബറ്റിലെ സ്റ്റാർട്ട് ചെയ്യാൻ പാടും. സെക്കൻഡ് വൺ, വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. ഐഡന്റിഫയറിനകത്ത് വൈറ്റ് സ്പേസോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ യൂസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വൺ, അണ്ടർസ്കോർ ക്യാൻ യൂസ്. ഐഡന്റിഫയറിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ആൻ ഐഡന്റിഫയർ. ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള കീവേഡ് ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ആർ ട്രീറ്റഡ് ഡിഫറെന്റ്ലി. C++ൽ അപ്പർ കേസും ലോവർ കേസും രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ടോക്കൺ നമുക്ക് പഠിക്കാനുള്ളത് ലിറ്ററൽസ് ആണ്. എന്താണ് ലിറ്ററൽസ് നോക്കാം. ദീസ് ആർ കോൺസ്റ്റന്റ് വാല്യൂ ഓർ കോൺസ്റ്റന്റ് ഡാറ്റ. ചേഞ്ച് ചെയ്യാത്ത അല്ലെങ്കിൽ ഫിക്സ് ആയി നിൽക്കുന്ന വാല്യൂസിനെ പറയുന്നതാണെന്ത്? ലിറ്ററൽസ് ഓർ കോൺസ്റ്റന്റ്സ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ കോൺസ്റ്റന്റ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഇൻഡിജർ ലിറ്ററൽസ്. ഓക്കെ. അതിനകത്ത് കുറെ ഇൻഡിജർ വാല്യൂസ് ആയിരിക്കും. 8, 9, 47 അതുപോലെ ഇൻഡിജർ ലിറ്ററൽസ് ആയിരിക്കും. ഓക്കെ. ഈ ഇൻഡിജർ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. കാരണം 8 എല്ലായ്പ്പോഴും എന്തായിരിക്കും? 8 ആയിരിക്കും. 9 എപ്പോഴും എന്തായിരിക്കും? 9 ആയിരിക്കും. ഒരിക്കലും എന്താവുന്നില്ല? ചേഞ്ച് ആവുന്നില്ല. അങ്ങനെ ഫിക്സ് ആയി നിൽക്കുന്ന വാല്യൂസിനെ പറയുന്ന പേരാണ് ലിറ്ററൽസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ്. ഓക്കെ. അത് ഇൻഡിജർ വാല്യൂ ആണെങ്കിൽ അതെന്തായിരിക്കും? ഇൻഡിജർ ലിറ്ററൽസ് ആയിരിക്കും. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് വൺ വരുന്നത് റിയൽ ലിറ്ററൽസ് ആണ്. ഓക്കെ. അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ലിറ്ററൽസ് ആണ്. ഫ്രാക്ഷണൽ ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ പാർട്സ് വരുന്ന വാല്യൂസ്, ഫിക്സഡ് വാല്യൂ, അതിന് പറയുന്ന പേരാണ് റിയൽ ലിറ്ററൽസ്. ഫോർ എക്സാമ്പിൾ 5.5 എല്ലായ്പ്പോഴും 5.5 ആണ്. ഒരിക്കലും മറ്റൊന്നാവുന്നില്ല. അതുപോലെ 0.89 എല്ലായ്പ്പോഴും 0.89 ആണ്. ദെൻ 7.0 എല്ലായ്പ്പോഴും 7.0 ആണ്. ചേഞ്ച് ആകുന്നില്ല. ഓക്കെ. അപ്പോൾ ഫ്രാക്ഷണൽ പോർഷൻസ് വരുന്ന ഫിക്സഡ് വാല്യൂസിന് പറയുന്ന പേരാണ് റിയൽ ലിറ്ററൽസ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സ്ട്രിംഗ് ലിറ്ററൽസ് ആണ്. ഓക്കെ. സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ കോഡ്സിൽ നമ്മൾ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഡിജിറ്റ്സോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നതാണെന്ത്? സ്ട്രിംഗ് ലിറ്ററൽസ്. ഓക്കെ. അപ്പോൾ അവിടെ ഡബിൾ കോഡ്സ് നമ്മൾ യൂസ് ചെയ്തു അല്ലേ? അപ്പോൾ അതിന് പറയുന്ന പേരാണ് സ്ട്രിംഗ് ലിറ്ററൽസ്. ഹലോ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഹലോ തന്നെ ആയിരിക്കും അല്ലെ? 1 2 3 എന്ന സാധനം എപ്പോഴും എന്തായിരിക്കും? 1 2 3 ആയിരിക്കും. ഫിക്സഡ് വാല്യൂ. ഓക്കെ. ബട്ട് അത് ഡബിൾ കോട്ടേഷനിൽ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? അതിനെ സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറയുന്നു. ഓക്കെ. നെക്സ്റ്റ് വൺ സിംഗിൾ ക്യാരക്ടർ ലിറ്ററൽസ് ആണ്. ഓക്കെ. സിംഗിൾ കോഡ്സിൽ ഒരു ക്യാരക്ടറോ ഒരു ഡിജിറ്റ്സോ അല്ലെങ്കിൽ സിംബലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സിംഗിൾ ക്യാരക്ടർ ലിറ്ററൽസ് ആണ്. ഓക്കെ. വൺസ് അഗൈൻ, സിംഗിൾ കോഡ്സിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു സിംബൽ കൊടുത്താൽ അതെന്തായിരിക്കും? അതൊരു സിംഗിൾ ക്യാരക്ടർ ലിറ്ററൽസ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ നോൺ ഗ്രാഫിക് ക്യാരക്ടർ ലിറ്ററൽസ് ആണ്. എന്താണ് നോൺ ഗ്രാഫിക് ക്യാരക്ടർ ലിറ്ററൽസ് പറഞ്ഞാൽ? മറ്റൊരു പേരാണെന്ത്? നോൺ പ്രിന്റബിൾ ക്യാരക്ടേഴ്സ്. അതായത് എഡിറ്റർ വിൻഡോയിൽ നമ്മൾ കൊടുക്കുന്ന ചില ക്യാരക്ടേഴ്സ് അതേപോലെ എക്സിക്യൂഷൻ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ന്യൂ ലൈൻ, പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? /n നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ ടാബ് കീപ് വർക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? /t നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഈ ന്യൂ ലൈനും ടാബും ഒന്നും ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യില്ല. എക്സിക്യൂഷൻ വിൻഡോയിൽ പ്രിന്റ് ചെയ്യാത്ത ക്യാരക്ടേഴ്സിന് പറയുന്ന പേരാണ് നോൺ ഗ്രാഫിക് ക്യാരക്ടർ ലിറ്ററൽസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് പങ്ക്ച്വേറ്റേഴ്സ് ആണ്. എന്താണ് പങ്ക്ച്വേറ്റേഴ്സ്? ദീസ് ആർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് കോമ, സെമികോളൻ, ആഷ് എക്സെട്ര. അതായത് കോമ പോലുള്ള, സെമികോളൻ പോലുള്ള, ആഷ് പോലുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സിന് പറയുന്ന പേരാണ് പങ്ക്ച്വേറ്റേഴ്സ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ പെർഫെക്ഷൻ ഓഫ് സിൻടാക്സ്. നമ്മുടെ സിൻടാക്സ്
ക്ലിയർ ആവാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എൻഡിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. എങ്കിലാണ് ആ ക്വസ്റ്റ്യൻ പെർഫെക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സിൻടാക്സ് കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇത്തരം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അതിന് പറയുന്ന പേരാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന്. ഓക്കെ ഓക്കെ അടുത്ത ടോക്കനാണ് ഓപ്പറേറ്റേഴ്സ്. These are some symbols that perform some special operations. Operators എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിമ്പിൾസ് ആയിരിക്കും. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ടു പെർഫോം സം സ്പെഷ്യൽ ഓപ്പറേഷൻസ്. ഓക്കെ, എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ സിമ്പിൾസ്, ദാറ്റ് ഇസ് കാൾഡ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, സി പ്ലസ് പ്ലസിൽ നമുക്ക് ഇത്തരം ഓപ്പറേറ്റേഴ്സിനെ 3 ആയി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ യൂണറി ഓപ്പറേറ്റേഴ്സ്, സെക്കൻഡ് വൺ ബൈനറി ഓപ്പറേറ്റേഴ്സ്, തേർഡ് വൺ ടെർണറി ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇനി എന്താ നോക്കാം. യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റേഴ്സിൽ ഇറ്റ് ഹാസ് ഓൺലി വൺ ഓപ്പറന്റ് ഫോർ ഓപ്പറേഷൻ. എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഒരു ഓപ്പറന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പറയുന്ന പേരാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കിപ്പം ഒരു ഓപ്പറന്റ് 9 എന്ന ഓപ്പറന്റ്, ഈ 9 എന്ന ഓപ്പറന്റിനെ നമുക്ക് -9 ആക്കണം. ഓക്കെ, അപ്പോൾ മൈനസ് എന്ന ഈ സിമ്പിൾ ഒരു ഓപ്പറേറ്ററാണ്. ഈ ഓപ്പറേറ്റർ എത്ര ഓപ്പറന്റിന്റെ മുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഒരു ഓപ്പറന്റിന്റെ മുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പറന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് പേര് യൂണറി ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നമ്മൾ പ്ലസ് എന്ന ഓപ്പറേറ്റർ, ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചതാണ്. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഇവിടെ 2 സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഓപ്പറേഷൻ ഒന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ +9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പറേറ്ററിന് വേണ്ടി ഒരു ഓപ്പറന്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പറന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യൂണറി ഓപ്പറേറ്റേഴ്സ്. സെയിം ആസ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, അതും എന്താണ്? യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് ഓപ്പറേഷൻ, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് ഓപ്പറേഷൻ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? യൂണറി ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ബൈനറി ഓപ്പറേറ്റേഴ്സ്. It has 2 operands for operation. ബൈനറി ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ എത്ര ഓപ്പറൻസ് വേണം? അറ്റ്ലീസ്റ്റ് 2 ഓപ്പറൻസ് വേണ്ടി വരും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഓപ്പറൻസ് എന്താവാം? വാരിയബിൾ ആവാം, ഓർ കോൺസ്റ്റന്റ് ആവാം. ഫോർ എക്സാമ്പിൾ a + b. ഇവിടെ പ്ലസ് എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ a എന്ന ഓപ്പറൻറ്റും വേണം, b എന്ന ഓപ്പറൻറ്റും വേണം. എങ്കിൽ എന്ത് ഉള്ളൂ? പ്ലസ് എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുള്ളൂ. അതുപോലെ a/b, അതും എന്താണ്? ബൈനറി ഓപ്പറേഷൻ ആണ്. ഡിവിഷൻ എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഓപ്പറൻസ് വേണം. a എന്ന ഓപ്പറൻസും വേണം, b എന്ന ഓപ്പറൻസും വേണം. അതുപോലെ a/b, അതെന്താണ്? ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ C++ നമുക്ക് തരുന്ന സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണിത് ടെർണറി ഓപ്പറേറ്റേഴ്സ്. ഇതിന് എത്ര ഓപ്പറൻസ് വേണം? 3 ഓപ്പറൻസ്, 3 ഓപ്പറൻസ് വേണം. ഓക്കെ, ആ ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളം എന്ന സിമ്പിളാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? ടെർണറി ഓപ്പറേറ്റേഴ്സിന് നമ്മൾ C++ൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് എന്ത് ഓപ്പറേറ്റേഴ്സിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി അതിന് സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ പെർഫോമൻസിന് അനുസരിച്ച് വീണ്ടും ക്ലാസിഫൈ ചെയ്തു. അതായത് നോക്കാം. ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. എന്തിനു യൂസ് ചെയ്യുന്നത്? ഫോർ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, നമുക്കറിയാം പ്ലസ്, സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ, ഡിവിഷൻ ഓപ്പറേഷൻ ആൻഡ് മോഡുലസ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഓപ്പറേഷൻ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, എക്സാമ്പിൾ അറിയാം. നേരത്തെ പറഞ്ഞ പോലെ a+b. നെക്സ്റ്റ്
a minus b. b a divided by b. a mod b. ഇത്ര ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചു. ഓക്കെ, ഇവിടെ ഡിഫറൻസ് ആയി വരുന്നത് ഈ ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ, മോഡുലസ് ഓപ്പറേറ്റർ. ഈ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ ബാലൻസ് അല്ലെങ്കിൽ റിമൈൻഡർ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, മോഡുലസ് ഓപ്പറേറ്റർ. അതായത് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ ബാലൻസ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ റിമൈൻഡർ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്ത്, മോഡുലസ് ഓപ്പറേറ്റർ. ഓക്കെ, നെക്സ്റ്റ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. എന്താ യൂസ് ചെയ്യുന്നത്, ഫോർ കമ്പയറിംഗ് ടു വാല്യൂസ്, രണ്ട് വാല്യൂസിന് പരസ്പരം കമ്പയർ ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇറ്റ്സ് റിസൾട്ട് മേ ബി ട്രൂ ഓർ ഫാൾസ്. ഒരു റിലേഷൻ ഓപ്പറേറ്റേഴ്സിന്റെ റിസൾട്ട് വാല്യൂ എന്തായിരിക്കും, ബൂളിയൻ വാല്യൂ ആയ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഓക്കെ, സിമ്പിൾസ് നമുക്കറിയാം. ലെസ് ദാൻ ഈസ് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈക്വൽ ടു. ഒരു എക്സാമ്പിൾ നോക്കാം. a greater than b, a less than b, a equal to b, a not equal to b. ഇതൊക്കെ എന്താണ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. റിസൾട്ട് എന്തായിരിക്കും, രണ്ടിനെയും കമ്പയർ ചെയ്ത് റിസൾട്ട് ട്രൂ ആകാം ഓ ഫാൾസ് ആകാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ഇതിനെ യൂസ് ചെയ്ത് നോക്കാം. ഫോർ കമ്പൈൻ ടു ഓർ മോർ റിലേഷൻ ഓപ്പറേഷൻസ്, രണ്ടോ അല്ലെങ്കിൽ അതിലധികം കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി, കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് 3 ടൈപ്പ് ഉണ്ട്. ആൻഡ് ഓപ്പറേറ്റർ, ഓർ ഓപ്പറേറ്റർ, നോട്ട് ഓപ്പറേറ്റർ. ആൻഡ് ഇറ്റ്സ് റിസൾട്ട് വിൽ ബി ട്രൂ ഓർ ഫാൾസ്. റിസൾട്ട് എന്തായിരിക്കും, ട്രൂ ആവാം അല്ലെങ്കിൽ ഫാൾസ് ആവാം. എക്സാമ്പിൾ നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ലെസ് ദാൻ ഡി. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ലെസ് ദാൻ ഡി. ഓക്കെ, ഇവിടെ ട്രൂ ഓർ ഫാൾസ് ആകാം, ഇവിടെ ട്രൂ ഓർ ഫാൾസ് ആകാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ട്രൂവിനെ ഫാൾസിനെയും നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. ഏത് യൂസ് ചെയ്തുകൊണ്ട്, ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇതിന്റെ റിസൾട്ട് എന്താവാം, ട്രൂ ആവാം അല്ലെങ്കിൽ ഫാൾസ് ആവാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ a equal to b equal to 2, c equal to 4 and d equal to 8. ഇപ്പൊ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ലോജിക്കൽ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് വരുന്നത് a ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ബി. ഇപ്പൊ നമ്മളെ എയുടെ വാല്യൂ 5 ആണ്, 5 ഗ്രേറ്റർ ദാൻ ബിയുടെ വാല്യൂ 2 ആണ്. അപ്പൊ ബിയുടെ വാല്യൂ 2. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. ഇനി വരുന്നത് സി ലെസ് ദാൻ ഡി ആണ്. ഓക്കെ, സിയുടെ വാല്യൂ ഇവിടെ 4 ആണ്, 4 ലെസ് ദാൻ ഡി, ഡിയുടെ വാല്യൂ 8 ആണ്. അപ്പോൾ നമ്മൾ 8 കൊടുത്തു. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ 5 ഗ്രേറ്റർ ദാൻ 2, 5 2നേക്കാൾ വലുതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ട്രൂ കിട്ടി. ഓക്കെ, അതുപോലെ 4 ലെസ് ദാൻ 8, 4 8നേക്കാൾ ചെറുതാണ്. അവിടെ നമുക്ക് എന്ത് കിട്ടി, ട്രൂ കിട്ടി. ഓക്കെ, ഇപ്പൊ 2 ട്രൂ, അതിന് നടുവിൽ എന്തുണ്ട്, ആൻഡ് ഓപ്പറേറ്റർ ഉണ്ട്.
ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് അവൈലബിൾ ആവും ട്രൂ ആൻഡ് ട്രൂ. റിസൾട്ട് എന്തായിരിക്കും? ട്രൂ തന്നെയായിരിക്കും. ഓക്കെ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് റിലേഷൻ ഓപ്പറേറ്റേഴ്സിന് പരസ്പരം കമ്പൈൻ ചെയ്യാൻ സാധിക്കും. ഓർത്തിരിക്കുക, ഇവിടെ കമ്പൈനിങ് ആണ്, ഇവിടെ കമ്പയറിംഗ് ആണ്. ഇവിടെ താരതമ്യം ചെയ്യാനും ഇവിടെ പരസ്പരം കൂട്ടിയോജിപ്പിക്കാനുമാണ്. ഓർത്തിരിക്കുക. ഓക്കെ. എക്സാമ്പിൾ ആയിരിക്കും. നെക്സ്റ്റ് ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ്. ഈസ് യൂസ്ഡ് ടു ഇൻപുട്ടിംഗ് വാല്യൂസ്. വാല്യൂസ് ഇൻപുട്ട് കീബോർഡിലൂടെ പ്രോഗ്രാമിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം ഇൻപുട്ട് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആ ഓപ്പറേറ്റർ സിമ്പിൾ ഇതാണ്. അതിന്റെ നെയിം ആണെന്ത്? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഓക്കെ. എക്സാമ്പിൾ നമ്മൾ പറയാം ഇൻഡെക്സ്. എക്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇൻപുട്ട് ചെയ്യണം. എക്സ് വാരിയബിൾ ആണ്. വേരിയബിളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ ഇൻപുട്ട് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം? സീൻ എന്ന ഒബ്ജക്റ്റിലൂടെ ഇൻപുട്ട് ഓപ്പറേറ്റർ ആയിട്ട് എക്സിലേക്ക് വാല്യൂ മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഇൻഡെക്സ് എക്സ് ഈസ് എ വാരിയബിൾ. സീൻ എന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഇൻപുട്ട് ഓപ്പറേറ്ററിലൂടെ എക്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ഓക്കെ. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. സെയിം ആസ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഈസ് യൂസ്ഡ് ടു ഔട്ട്പുട്ടിംഗ് വാല്യൂസ്. ഓക്കെ. യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്. നെയിം എന്താണ്? ഇൻസേർഷൻ ഓപ്പറേറ്റർ ആണ്. ഓക്കെ. എങ്ങനെ യൂസ് ചെയ്ത് നോക്കാം? സെയിം നമ്മളിപ്പം മുകളിൽ എക്സിലേക്ക് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്തുകൊണ്ട് വിചാരിച്ചോളൂ. ആ വാല്യൂ പ്രിന്റ് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് സി ഔട്ട് എന്ന ഒബ്ജക്റ്റിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യാം? എക്സിനെ ഔട്ട്പുട്ട് ചെയ്യാം. ഓക്കെ. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഔട്ട്പുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. അപ്പോൾ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉണ്ട്, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. യൂസ് ചെയ്യാൻ സിമ്പിൾ ഇതാണ്. ഈസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ഇൻ എ വാരിയബിൾ. ഒരു വാരിയബിളിലേക്ക് നമുക്കൊരു വാല്യൂ അസൈൻ ചെയ്യണം, വാല്യൂ സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇന്റ് എക്സ്, എക്സ് ഈസ് എ വാരിയബിൾ. ഈ എക്സിലേക്ക് നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 10. ഓക്കെ. അപ്പൊ 10 എന്ന വാല്യൂ എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? എക്സിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്താണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ. നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. എന്താണ് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ നോക്കാം. ദീസ് ആർ യൂസ്ഡ് ടു ആഡ് ഓർ സബ്ട്രാക്ട് വൺ വാല്യൂ ഫ്രം ദി കറന്റ് വാല്യൂ. ഒരു വാരിയബിളിന്റെയോ കോൺസ്റ്റന്റെയോ കറന്റ് വാല്യൂന്ന് ഒരു വാല്യൂ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വാല്യൂ സബ്ട്രാക്ട് ചെയ്യാനോ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. ഇതിന് നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, പ്രീഫിക്സ് ആൻഡ് പോസ്റ്റ്ഫിക്സ്. ഓക്കെ. ഇനി എന്താണ് പ്രീഫിക്സ് നോക്കാം. ദി ഓപ്പറേറ്റർ പ്ലേസ് ബിഫോർ ദി ഓപ്പറന്റ്. എന്താണ്? ഓപ്പറന്റിന്റെ തൊട്ട് മുന്നിലായിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഓക്കെ. അതായത് ഇവിടെ നമ്മൾ എ എന്നൊരു ഓപ്പറന്റ് ആണ്. ഓപ്പറന്റിന്റെ തൊട്ട് മുന്നേ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഓപ്പറേറ്റർ യൂസ് ചെയ്തു. അപ്പോൾ എ എന്ന ഓപ്പറേറ്ററിന്റെ തൊട്ട് മുന്നേ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഓപ്പറേറ്റർ യൂസ് ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞത്. ദി ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദി ഓപ്പറന്റ് ആൻഡ് ദി ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ദി യൂസ് ദി വാല്യൂ. ഓക്കെ. ആദ്യം എന്ത് ചെയ്യും? ഓപ്പറേഷൻ പെർഫോം ചെയ്യും, പിന്നെയാണ് എന്ത് യൂസ് ചെയ്യുക? വാല്യൂ യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് പറയാം ഫസ്റ്റ് ചേഞ്ച് ദി വാല്യൂ ഓഫ് എ. എയുടെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യും. ഓക്കെ. ആൻഡ് യൂസ് ദി വാല്യൂ ഓഫ് എ. എന്നിട്ട് ആ എയുടെ വാല്യൂ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. എന്നിട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? ബിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എക്സാമ്പിൾ. ഇഫ് എ ഈക്വൽ ടു 10 then b ഈക്വൽ ടു a പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫസ്റ്റ് ചേഞ്ച് ദി വാല്യൂ ഓഫ് എ. എനെന്ത് ചെയ്യും? എയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. എയുടെ വാല്യൂ 10 ആണ്. 10 പ്ലസ് പ്ലസ് പറഞ്ഞ എന്താണ്? 10നോട് ഒരു വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ 11 ആവും. ആ 11 എന്ന വാല്യൂ എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? ബിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഓപ്പറേഷന് ശേഷം ബിയുടെ വാല്യൂ എന്തായിരിക്കും? 11 ആയിരിക്കും. അതേസമയം എയുടെ വാല്യൂ എന്തായിട്ടുണ്ടായിരിക്കും? 11 ആയിട്ടുണ്ടായിരിക്കും.
ഓക്കെ, ഇതിന് പറയുന്നതാണ് പ്രീഫിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റ്ഫിക്സ് എങ്ങനെ യൂസ് ചെയ്യുന്ന നോക്കാം. ദി ഓപ്പറേറ്റർ ഈസ് പ്ലേസ് ആഫ്റ്റർ ദി ഓപ്പറന്റ്. ഓപ്പറന്റ് ഇതാണ്, അതിന് ശേഷമേ എന്ത് യൂസ് ചെയ്യുള്ളൂ, ഓപ്പറേറ്റർ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ആൻഡ് ദി വാല്യൂ ഓഫ് ദി വാരിയബിൾ യൂസ് ഫസ്റ്റ്. ആൻഡ് ദി വാല്യൂ ഓഫ് ദി വാരിയബിൾ, ഈ വാരിയബിളിന്റെ വാല്യൂ ആദ്യം യൂസ് ചെയ്യും, എന്നിട്ട് എന്ത് പെർഫോം ചെയ്യുള്ളൂ, ഓപ്പറേഷൻ പെർഫോം ചെയ്യുള്ളൂ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് യൂസ് ദി വാല്യൂ ഓഫ് എ. എയുടെ വാല്യൂ ആര് യൂസ് ചെയ്യും, ബി യൂസ് ചെയ്യും. ദെൻ ചേഞ്ച് ദി വാല്യൂ ഓഫ് എ. അതിനുശേഷം എന്ത് ചെയ്യും, എയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇത് റിസൾട്ട് എങ്ങനെയായിരിക്കും, ആഫ്റ്റർ ദി സ്റ്റേറ്റ്മെന്റ് ബി ഈക്വൽ ടു 10 ആൻഡ് എ ഈക്വൽ ടു 11. ഓക്കെ, അപ്പോൾ ആദ്യം എയുടെ വാല്യൂ എങ്ങോട്ട് സ്റ്റോർ ചെയ്യും, ബിയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ ബിയുടെ വാല്യൂ എന്താ, 10 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യും, എനൂടെ 1 ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ എയുടെ വാല്യൂ എന്തായി, 11 ആയി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് എന്ത്, പോസ്റ്റ്ഫിക്സ് ഓപ്പറേഷൻ. ഓക്കെ, ഓർത്തിരിക്കുക, പ്രീഫിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചേഞ്ച് ദി വാല്യൂ ഓഫ് എ ആൻഡ് യൂസ് ദി വാല്യൂ ഓഫ് എ. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് യൂസ് ദി വാല്യൂ ഓഫ് എ ആൻഡ് ദെൻ ചേഞ്ച് ദി value of a. Thank you for watching this video.